Hi Carrots and welcome back to my channel. Carrots finally 2026 ഇന്ത്യൻ എയർഫോഴ്സ് പെർമനന്റ് വേക്കൻസി ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഗ്രൂപ്പ് സിയുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്കും +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നതിന് വരെ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിലാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് നോട്ടീസാണിത്. ഷോർട്ട് നോട്ടീസ് വന്നാൽ തന്നെ നമുക്ക് 100% ഉറപ്പിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷനും ഒരു 1 വീക്കിനുള്ളിൽ വരുന്നതായിരിക്കും. ഫോം ഫില്ലിംഗ് എപ്പോൾ സ്റ്റാർട്ടാവും, അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ്, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ആ ഒരു ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. കേട്ടോ കുട്ടികളെ, ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, വേക്കൻസി എത്രയാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 47 ആണ്. ഫിസിക്കൽ ഇതിനകത്തില്ല. അതേപോലെ തന്നെ നോ ഹൈറ്റ് ചെസ്റ്റ് ക്രൈറ്റീരിയ, ഹൈറ്റിൻ്റെയും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെയും ക്രൈറ്റീരിയ ഇവിടെ ഇല്ല. ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഫിസിക്കൽ ഒന്നുമില്ല, നേരെ റിട്ടേൺ എക്സാം ആണ്. അതിനുശേഷമുള്ള സെലക്ഷൻ പ്രോസസ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേക്കൻസി ഏതൊക്കെ ട്രേഡിലേക്കാണ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. ഡ്രൈവർ, പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ LDC, ഹിന്ദി ടൈപ്പിസ്റ്റ്, ഈ 3 ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഡ്രൈവർ എന്നൊരു പോസ്റ്റ് ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 2 പോസ്റ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. നോക്കൂ കുട്ടികളെ, 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. OBC ആണെങ്കിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ക്വാളിഫിക്കേഷൻ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ 3 ട്രേഡിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രേഡ് വൈസ് അനുസരിച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഫറൻ്റ് ആണ്. നിങ്ങളിപ്പോൾ LDC അഥവാ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നൊരു പോസ്റ്റിലേക്കും ഹിന്ദി ടൈപ്പിസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പാസ്സായ ഒരു കേഡറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ ഇത് വേണമെന്നില്ല. റിട്ടേൺ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ സ്കിൽ ടെസ്റ്റ് വരുന്നതായിരിക്കും. സ്കിൽ ടെസ്റ്റിൽ നിങ്ങൾ 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ട്, ഏജ് ലിമിറ്റ് മനസ്സിലായിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ടൈപ്പിംഗ് നിങ്ങൾ പിന്നെ പഠിച്ചാലും മതി. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയതിനു ശേഷം നിങ്ങൾ പഠിച്ചാലും മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനിയാണ് സെലക്ഷൻ പ്രോസസ്സ്. ഫസ്റ്റ് ആണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. എന്താണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ? ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ നിങ്ങൾ ഓൺലൈൻ ത്രൂ അല്ല ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. ഫോം ഫില്ലിംഗ് ഓഫ്ലൈൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടീസാണ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കേണ്ട ഫോമും കാണും. ആ ഒരു ഫോം എടുക്കണം, അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം, എന്നിട്ട് അഡ്രസ്സിലോട്ട് നിങ്ങൾ സെൻഡ് ചെയ്യണം. അഡ്രസ്സും കാര്യങ്ങളെല്ലാം ആൾറെഡി ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതും അതേപോലെ തന്നെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുന്നതും മെയ് 2 മുതലാണ്. ഇനിയും ഒരു 2 ഡേയ്സ് ഉണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നു, അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഫോം ഫില്ല് ചെയ്യേണ്ട ഫോമും വരുന്നു. ഉടനെ തന്നെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ? അപ്പോൾ ഓഫ്ലൈൻ ത്രൂ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും വരുന്നു. അതിനുശേഷം നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻ്റാണ് അയച്ചത് അതെല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും ഒറിജിനൽ വെച്ചിട്ട്. അതിനുശേഷം പിന്നെ റിട്ടേൺ എക്സാം, പിന്നെ സ്കിൽ ടെസ്റ്റ്, പിന്നെ ഫൈനൽ സെലക്ഷൻ, അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഈ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഇവിടെയാണ് നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് മാത്രമാണുള്ളത്. ഫോം ഫില്ലിംഗ് എപ്പോൾ സ്റ്റാർട്ടാകും? നോക്കൂ കുട്ടികളെ, ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാകുന്ന 2 മെയ്ക്കാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 ജൂണാണ്. ഇവിടെ നിങ്ങൾക്ക് 1 മന്ത് ടൈം ലഭിക്കുന്നതായിരിക്കും ഫോം ഫില്ല് ചെയ്ത് സെൻഡ് ചെയ്യാനായിട്ട്. അത്രയും സമയം തന്നെ വളരെ ധാരാളമാണ്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ലിങ്ക് എടുത്ത് നിങ്ങളുടെ
പേഴ്സണൽ ഡേറ്റയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. റിയലായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി പറയുന്നതായിരിക്കും. ഇത് ഷോർട്ട് നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് നോട്ടീസ് വന്നാൽ അതിനർത്ഥം എല്ലാ കേഡറ്റ്സിനും ഇൻഫോം ചെയ്യിക്കുകയാണ്, ഇന്ത്യൻ എയർഫോഴ്സ് വേക്കൻസി വരാൻ പോവുകയാണ്, കുട്ടികളെ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നും പറഞ്ഞിട്ട്. ക്ലിയർ ആയല്ലോ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക, ഡേറ്റിന് വെയിറ്റ് ചെയ്യുക. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങണം കേട്ടോ കുട്ടികളെ. കേഡറ്റ്സ് 2026 നേവി SSR MR MAയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയുടെ എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സിമ്പിളായി പറഞ്ഞാൽ ആർമിയിലെ എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ് GD ട്രേഡ്സ് 1 WMB NA ടെക്, അതോടൊപ്പം തന്നെ ക്ലർക്ക്. നേവിയുടെ കാര്യം പറഞ്ഞാൽ SSR MR MA മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫുൾ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച്, ട്രേഡ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 2026 നിങ്ങൾ ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ്ലി 100% എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേഡറ്റ്സ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ കുട്ടികളെ. ഫൈനലി നിങ്ങൾക്ക് ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അന ഡിഫൻസ് അക്കാഡമി എല്ലാ ദിവസവും വരുന്ന അപ്ഡേറ്റ് കറക്റ്റായിട്ട് ഒരു വാട്സപ്പ് ചാനലിലോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണത്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ് റിലേറ്റഡ്, ദാറ്റ് മീൻസ് ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അന ഡിഫൻസ് അക്കാഡമിയിൽ എല്ലാ ദിവസവും ഫിസിക്കൽ അവൈലബിൾ ആണ്. അതിനുശേഷം ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.